അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ നിജേഷ് അരവിന്ദ് പറഞ്ഞു വെക്കുന്നത് അവിടെ കുത്തിത്തിരിപ്പാണ് മുനമ്പത്ത് നടക്കുന്നത് എന്നാണ്. ഈ മുനമ്പം ജനതയെ ഇങ്ങനെ കുത്തിത്തിരിപ്പിച്ച് ഇങ്ങനെ വലിയ സംഘർഷത്തിലേക്കൊക്കെ വിടാമോ BJP എന്നാണ് നിജേഷ് അരവിന്ദ് ചോദിക്കുന്നത്. അങ്ങനെ മുനമ്പത്തെ പ്രശ്നം ഈ വഖഫുമായി ബന്ധപ്പെട്ടത് അല്ല എന്നുള്ള നിലപാടിൽ തന്നെ കോൺഗ്രസ് അന്നും ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. KCBCയുടെ നിലപാടൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ മുനമ്പം ജനതയ്ക്ക് വേണ്ടി താങ്കൾക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അവിടെ BJP ചെയ്ത് കുത്തിത്തിരിപ്പാണെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകാരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനാണ് അവിടെ ചെന്നതും പാർട്ടിക്ക് വേണ്ടി അവിടെ പോയതും ഒക്കെ. ഞാൻ നിജേഷിനോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ വിഷയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹം മനഃപൂർവ്വം അത് മറയ്ക്കുന്നതാണോ അതോ അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ വന്ന അഖിലേന്ത്യാ തലത്തിലുള്ള കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും നിസാർ കമ്മിറ്റിയെ നിയമിക്കുന്നത്. നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം UDFന്റെ ഒരു ഗവൺമെന്റ് പാസ് ചെയ്തു പോയി. ഉമ്മൻചാണ്ടി സാർ 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നു. പുള്ളി അതിബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ പുള്ളി അതിനകത്ത് തൊട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത് തൊട്ടാൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിണക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്തുകൊണ്ട് ഈ വഖഫ് ഭേദഗതിയെ ക്രൈസ്തവ സഭ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന തുടക്കം മുതലേ ഞാൻ പറയാം, മുനമ്പത്ത് തന്നെ പല അഭിപ്രായമുള്ള മുനമ്പം സമരസമിതി എന്ന് പറയുന്നത് BJPയുടെ സമരസമിതി അല്ല. മുനമ്പം സമരസമിതിയിൽ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസിന്റെ ഭാരവാഹികളായ ആളുകളാണ്. അതിനുശേഷം CPMകാരാണ്. BJP എന്ന് പറയാൻ അല്ലെങ്കിൽ BJPയുടെ അനുഭാവമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ അല്ലാതെ BJPയുടെ ഒരു ഭാരവാഹി പോലും ആ മുനമ്പം സമരസമിതി ഇല്ല. പക്ഷെ വിഷയാധിഷ്ഠിതമായി BJPയുടെ നിലപാടിനെ ഇന്ന് അവർ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ ഇരുന്ന ഈ സമയത്ത് ഏറ്റവും അവസാനം ഞാൻ തുടക്കം മുതലേ ഞങ്ങൾ പറയുന്നു, വഖഫ് ഭേദഗതിയിലൂടെ അല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാകില്ല. അപ്പൊ അതിനുശേഷമാണ് ഇവിടെ നമ്മുടെ മുനമ്പം വഖഫ് സംരക്ഷണ സമിതി കേസുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട അങ്ങയുടെ നേതാവ് കൂടിയ VD സതീശൻ അവിടെ വന്ന് പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് ഗവൺമെന്റ് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണോ അല്ലാതെയാണോ അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഒരു കമ്മീഷനെ, CN രാമേന്ദ്രൻ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്നു. CN രാമേന്ദ്രൻ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ ഹാജരാക്കാനെന്നുള്ള ടേംസ് ഓഫ് റെഫറൻസിനെ മുഖ്യമായി പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഇവിടെ വഖഫ് സംരക്ഷണ സമിതി, പഴയ PFIയുടെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന വഖഫ് സംരക്ഷണ സമിതി ഈ കമ്മീഷനെ അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി സമീപിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ഏറെക്കുറെ 10-15 ദിവസങ്ങൾക്ക് മുമ്പ് ആ കോടതി വിധി വന്നപ്പോൾ, ആ കോടതി വിധിയിൽ കോടതി വിധി വന്നപ്പം കമ്മീഷനെ അസാധുവാക്കി അല്ലെങ്കിൽ കമ്മീഷന്റെ പ്രവർത്തനം അസാധുവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വാർത്തകൾ കൊട്ടുകൊഴിച്ചെങ്കിലും ആ കേസ് കൊടുത്തത് മുനമ്പം സംരക്ഷണ സമിതിയല്ല, വഖഫ് സംരക്ഷണ സമിതി ആയിരുന്നു എന്നുള്ള കാര്യം ഇവിടെ പലരും മറന്നുപോയി. അപ്പൊ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ആ ഉത്തരവിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം ആ വസ്തു അതിന്റെ പൂർണ്ണ അധികാരം വഖഫ് ബോർഡിന് തന്നെയാണ്. 2, ആ വസ്തുവിന്മേൽ തീരുമാനമെടുക്കാനുള്ള അന്തിമ അധികാരം ഒരു കമ്മീഷനുമല്ല, അവിടെ വഖഫ് ട്രിബ്യൂണലിലാണ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞതിന് ശേഷമാണ് ഒരു പരിധിവരെ മുനമ്പത്തുള്ള പല ആളുകൾക്ക് പോലും ഇത് വഖഫ് ഭേദഗതിയിലൂടെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് KCBC ഇന്നലെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്. KCBC ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് ഈ വഖഫ് ഭേദഗതി ബില്ലെന്ന് പറയുമ്പോൾ ഈ വഖഫിന്റെ കയ്യിലിരിക്കുന്ന സ്വത്തെല്ലാം ഇത് പിടിച്ചെടുത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കോ ഇതര വിഭാഗങ്ങൾക്കോ അല്ല ഞങ്ങൾ BJPക്കാർക്കോ എല്ലാം വീതം വെച്ച് കൊടുക്കുന്ന എന്തെങ്കിലും ക്ലോസ് ആ വഖഫ് ഭേദഗതിക്കകത്തില്ല. ആ വഖഫ് ഭേദഗതിക്കകത്തുള്ളത് ഇവിടെ ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, സെക്ഷൻ 40യുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അഡ്വേഴ്സ് പൊസഷൻ, കൈവശ അവകാശം, ആ കൈവശ അവകാശം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന്റെ സിവിൽ റൈറ്റ് ആയ കൈവശ അവകാശം പോലും വഖഫ് ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞിരിക്കുന്നു. അതായത് വഖഫ് ക്ലെയിം ഉള്ള സ്ഥലങ്ങൾക്ക് അഡ്വേഴ്സ് പൊസഷൻ, അതായത് കൈവശം അവകാശം ഇല്ല. അതില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ,
1902 ഏറെക്കുറെ 123 വർഷം മുമ്പ് ഈ പറയുന്ന ആളുകളുടെ മുൻഗാമികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ജനിച്ച് വളർന്ന മൂന്നാമത്തെ തലമുറയാണ് അവിടെ താമസിക്കുന്നത്. എന്തു തന്നെ ആയിക്കോട്ടെ, ജനിച്ച ഭൂമിയിൽ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യം 67 മുതൽ 85 വരെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ 85-ന് ശേഷം അവർക്കെതിരെ ഇന്നത്തെ സാഹചര്യത്തെ പോലെ തന്നെ അവർക്കെതിരെ ഈ വസ്തുവിൽ ഉടമസ്ഥാവകാശം ഫാറൂഖ് കോളേജിനാന്ന് പറഞ്ഞപ്പോൾ ആ ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ വസ്തുത്തോളം ഒരു മനുഷ്യന്റെ ഗതികേട്. ജനിച്ച മണ്ണിൽ തങ്ങൾക്ക് അവകാശമുള്ള മണ്ണ് വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം വീണ്ടും ഇറങ്ങി പോകേണ്ട ഗതികേടിലാണ് മുനമ്പം ജനത നിൽക്കുന്നത്. അങ്ങനെ ഒരു ജനതയെ എങ്ങനെ ഒരു പ്രീണനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കുറച്ച് വോട്ടുകളുടെ പേരിൽ അങ്ങനെ ഒരു ജനതയെ കുടിയിറക്കാൻ, അതിന് കൂട്ടുനിൽക്കാൻ, ഇത് ഒരു കാര്യം വ്യക്തമായി നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു കാര്യമുണ്ട്. വഖഫ് ഭേദഗതിയിലൂടെ അല്ലാതെ മുനമ്പം ജനതയ്ക്ക് ഒരിക്കലും പരിഹാരം കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച പോലെ, ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ച പോലെ, ഇത് വളരെ നിസ്സാരമായിട്ട് ഗവൺമെന്റ് പരിഹരിക്കാം. ഈ പരിഹരിച്ചു കഴിഞ്ഞു വെച്ചോ, ഈ ആക്ട് ഇതേപോലെ നിൽക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു 10 വർഷം വേണ്ട, ഈ പരിഹരിച്ചു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വെള്ള പേപ്പറിൽ ഒരു വ്യക്തി പരാതി കൊടുത്താൽ വീണ്ടും ഇത് വഖഫ് ബോർഡിന് ഈ വസ്തു ഏറ്റെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം നിയമം മൂലം നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ അത് നിയമത്തിലൂടെ മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയൂ. അങ്ങനെ കഴിയൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്, അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് ഏതെങ്കിലും തരത്തില് ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് വിരോധമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ വഖഫ് ബോർഡിനോട് എന്താ വിരോധം? അപ്പം ഭേദഗതിയിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം നിന്നുകൊണ്ട്, അതിനെ വർഗീയപരമായി ചിന്തിക്കാതെ അതിനോടൊപ്പം നിന്നുകൊണ്ട്, അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയട്ടെ, വഖഫ് ഭേദഗതി നിയമത്തെ അപ്പാടെ പിന്തുണയ്ക്കാനല്ല KCBC ആവശ്യപ്പെട്ടിട്ടുള്ളത്. വഖഫ് ഭേദഗതി നിയമത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ അപകടകരമായ ക്ലോസുകൾ നീക്കം ചെയ്യാൻ ഈ ഭേദഗതി നിയമത്തെ പൂർണ്ണമായും എതിർക്കരുത്. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും കൂടെ ഒരുമിച്ച് ഇവിടെ ഒരു സംയുക്ത പ്രമേയം കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ വഖഫ് ഭേദഗതി ബില്ല് ഒന്ന് തുറന്നു വായിക്കാൻ മേലായിരുന്നു. അതൊന്ന് തുറന്നു വായിച്ചിട്ട് അതിനകത്ത് ഓരോ ക്ലോസുകൾ ഏതാണ് ഗുണമുള്ളത്, അല്ലെങ്കിൽ ഏതാണ് തെറ്റ്, എല്ലാവരും ശരി, അല്ലെങ്കിൽ ഇന്നത് ഞങ്ങൾ അനുകൂലിക്കുന്നു, ഇന്നത് ഞങ്ങൾ തെറ്റാണെന്ന് പറയാം. ഇങ്ങനെയൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ ഈ വഖഫ് ഭേദഗതി നിയമത്തെ അപ്പാടെ എതിർത്തില്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷ വോട്ടുകൾ എതിരാവുമെന്ന് എന്ന ഭയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാട് ആത്മഹത്യാപരമാണ്. കോൺഗ്രസ് എന്തുകൊണ്ട് ഞാൻ തിരികെ എത്താം.